സന്തോഷത്തോടെയാണ് ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് അവിടെ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ മറ്റേ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നോണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. അല്ല ഇതിനി എനിക്ക് അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവന്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടെങ്കിൽ ഫിറോസിനോട് ജീവിക്കാം പറ്റണ്ട. വേദന എന്താണ് കണ്ണീ കണ്ടൊരു വ്യക്തി ഞാൻ. ആ ഒരു മനുഷ്യൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾ നോവിക്കരുത്, അത് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. ഇപ്പം ഓൺലൈൻ. നമസ്കാരം കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ പലരും ഫിറോസ് ഖാന്റെ ഒരു 2-2.5 മണിക്കൂർ നീളുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാകും. സത്യം പറഞ്ഞാൽ അത് കേട്ട് തല പുകഞ്ഞിരിക്കുകയാണ് ഞാൻ. നമ്മളൊക്കെ വിചാരിച്ചതിനേക്കാൾ എത്രയോ ആഴത്തിലാണ് സജന ഫിറോസ് വിവാദത്തിന്റെ വേരുകൾ കിടക്കുന്നത്. വെറുമൊരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പിണക്കമല്ല ഇത്. ഇതിനകത്ത് സിനിമയെ വെല്ലുന്ന ചതിയും പണത്തോടുള്ള ആർത്തിയും പിന്നെ ഇത്രയും നാളും കേരളക്കരയെ മുഴുവനും സജന എങ്ങനെയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ പച്ചയായിട്ടുള്ള തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ മലയാളികൾ കാണാത്തതും കേൾക്കാത്ത ചില വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ ഫിറോസ് ഖാൻ തന്റെ ചാനലിലൂടെ ലീക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു വോയിസ് ക്ലിപ്പിലേക്ക് ഒന്ന് പോകാം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക. ഫിറോസിനെതിരെ തൽക്കാലം ഉണ്ടായിരുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് മൂടി വയ്ക്കുന്നതേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്ന് കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഡൈവോഴ്സ് തരുന്നില്ല, ഇങ്ങനെയുള്ള കാര്യം ഇതെല്ലാം ഞാൻ കൂടെ നിൽക്കാം. വലിയ പൈസ അച്ഛൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണെന്നുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛനടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ ന്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ് ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല. കൂട്ടുകാരെ, ആദ്യം തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഓഡിയോ പുറത്തു വരുന്നതിന് തൊട്ട് മുൻപ് സജന കളിച്ച ചില കളികളുണ്ട്. ഓർമ്മയുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് യൂട്യൂബർമാർക്കെതിരെ പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ വലിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടെ റസൂൽ പൂക്കുറ്റിയുടെ വക്കീൽ നോട്ടീസും ഉണ്ടായിരുന്നു. എന്റെ പേരോ ഫോട്ടോയോ ആരും ഉപയോഗിക്കരുത്, നിയമപരമായിട്ട് നേരിടും എന്നൊക്കെയായിരുന്നു ഭീഷണി. ഇതൊക്കെ കണ്ട് നമ്മൾ വിചാരിച്ചു അയ്യോ പാവം സജനെ എല്ലാവരും കൂടി വേട്ടയാടുകയാണ് എന്നുള്ളത്. പക്ഷെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ സജനെ വിശ്വസിക്കുന്നതിന് മുൻപ് ഫിറോസ് ഖാൻ പുറത്തുവിട്ട ഈ ഫോൺ കോളുകൾ ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. കാരണം അത്രയ്ക്ക് നാണം കെട്ട ചർച്ചകളാണ് അതിനകത്ത് നടക്കുന്നത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ മറ്റേ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നോണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. അല്ല നീ റസൂലിക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും അവർ സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. എന്റെ ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് എന്തോന്ന് ആണല്ലോ. റസൂലിക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട്. എല്ലാം ഞാൻ കുടുംബക്കാരെ വിടാം. നമ്മൾ സംസാരിച്ചതിന് ശേഷം ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്. ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ. ഷോക്ക്ഡോ എന്ത് നിങ്ങൾ കുഞ്ഞു പോയുണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് ലണ്ടനിൽ നിന്ന് യു എയിൽ നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്ന കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർ പറയുന്നത്
അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബൂട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കണം, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള, ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം. എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എനിക്കറിയാം, ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് മേടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ നമ്മൾ ചെയ്തിട്ടാണ് നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്നത് നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിൻ്റെ ഒരു കുറച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ, എന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സജന നടത്തിയ നാടകങ്ങളെല്ലാം ഈ ഒരൊറ്റ ഓഡിയോടുകൂടി തന്നെ അത് പൊളിഞ്ഞ് തരിപ്പണമായിരിക്കുകയാണ്. കൂട്ടുകാരെ, ഈ ഒരു ഓഡിയോയിൽ പ്രധാനമായിട്ടുള്ളത് സജനയും സജനയുടെ ഉമ്മയും പിന്നെ പ്രശസ്ത സൗണ്ട് ഡിസൈനർ റസൂൽ പൂക്കുറ്റിയും തമ്മിലുള്ള ഒരു ഫോൺ കോൾ തന്നെയാണ്. നമുക്കറിയാം, സജനയ്ക്ക് 33 അല്ലെങ്കിൽ 35 വയസ്സിനിടയിൽ പ്രായമുണ്ട്. അതുപോലെ തന്നെ റസൂൽ പൂക്കുറ്റി അറിയാം, അയാൾക്ക് 55 വയസ്സാണ് ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്. അതിനകത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ ശരിക്കും മറപ്പ് തോന്നും. ഇത്രയും നാള് റസൂൽ പൂക്കുറ്റി പറഞ്ഞിരുന്നത് എന്താണ്? സജന തന്നെ ബലമായി ലൈംഗികമായി ഉപയോഗിച്ച് ഗർഭിണിയാക്കിയതാണ് എന്നായിരുന്നു. എന്നാൽ സജന ഇതിൽ തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ, ആ വോയിസിൽ തന്നെയുണ്ട്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം ഞാൻ ബലമായിട്ട് എടുത്ത് ഉള്ളിൽ വെച്ചതാണോ എന്നുള്ളത്. ഒരുമിച്ച് യാത്ര ചെയ്തതും സന്തോഷത്തോടെ ഭാര്യയും ഭർത്താവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതൊക്കെ തന്നെയാണ് സജന തിരിച്ചു ചോദിക്കുന്നത്. അവിടെ ഉണ്ടൊന്നും തീരുന്നില്ല. ഇവരുടെ ബന്ധത്തിനിടയിൽ 1 അല്ല 2 അല്ല 3 തവണയാണ് സജന ഗർഭിണിയാകുന്നത്. ചിലത് അബോർഷൻ ചെയ്ത്, ചിലത് സ്വാഭാവികമായിട്ട് പോയി. ഇപ്പോൾ വീണ്ടും 2 മാസം ഗർഭിണിയാണ് എന്നൊക്കെയാണ് സജന പറയുന്നത്. ഇവിടെ പ്രായം ഒന്ന് നോക്കണം കേട്ടോ. 55, 33, 35 സജനയുടെ പ്രായം. ഈ പ്രായമുള്ള ഒരാളെ ഏത് രീതിയിലാണ് ഇവർ വലയിൽ വീഴ്ത്തിയത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. തനിക്ക് ലണ്ടനിൽ നിന്നും UK നിന്നൊക്കെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ റസൂൽ കൊണ്ടുവന്ന് തന്നു എന്ന് സജന പറയുമ്പോൾ റസൂൽ പൂക്കുറ്റിയും ഇതിൽ എത്രമാത്രം പെട്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ, ഇത് വെറും ഒരു പ്രണയബന്ധമോ ഒന്നും അല്ല, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെയുള്ള ഒരു ഹണി ട്രാപ്പ് തന്നെയാണ്. കാരണം റസൂൽ പൂക്കുറ്റി ചത്താലും തനിക്ക് കുഴപ്പമില്ല, തനിക്ക് 10 കോടി രൂപ കിട്ടിയാൽ മതി എന്ന് സജന പലയിടത്തും പറയുന്നുണ്ട്. ഇത് റസൂൽ തന്നെ കേൾക്കുന്നുമുണ്ട്. പിന്നീട് സജന പറയുന്നത് ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞതാണ് എന്നൊക്കെ. ദേഷ്യത്തിൽ ആരെങ്കിലും 10 കോടി രൂപ ചോദിക്കുമോ സുഹൃത്തുക്കളെ? അത് മാത്രമല്ല, ഫിറോസ് ഖാനെ എങ്ങനെ കള്ളക്കേസിൽ കൊടുക്കണം, മുൻപ് BMW കാറിൽ സ്വർണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുണ്ടാക്കിയ വെറും കേസ്, ആ ഒരു കേസ് വെറും വ്യാജമായിരുന്നു എന്നൊക്കെ സജനയും ഉമ്മയും കൂടെ ചേർന്ന് റസൂലിനോട് ചർച്ച ചെയ്യുന്നുമുണ്ട്. അതായത് ഒരു വശത്ത് സ്വന്തം ഭർത്താവിനെ പൂട്ടാൻ നോക്കുന്നു, മറുവശത്ത് പണമുള്ള മറ്റൊരുത്തിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാനും നോക്കുന്നു. എന്തൊരു ബുദ്ധിയാണല്ലേ ഈ സ്ത്രീക്ക്. ഇവിടെ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് എന്താണെന്നോ, ഫിറോസ് ഖാന്റെ അവസ്ഥ കണ്ടിട്ടാണ്. തന്റെ ഭാര്യ മറ്റൊരു കാമുകനുമായി കിടപ്പറ കഥകളും ഗർഭത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് സ്വന്തം ചെവി കൊണ്ട് കേൾക്കേണ്ടി വരുന്ന ഒരു ഭർത്താവിന്റെ അവസ്ഥ. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്നേഹത്തിന് വേണ്ടി കുതിക്കുന്നതാണ്, മറ്റേ ഭയങ്കര സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് സത്യത്തിൽ ഞാൻ മരിക്കണോ വേണ്ട എന്നുള്ള സിറ്റുവേഷനാണ്. കാരണം ഈ കുഞ്ഞില്ലായിരുന്നു ഒരു പക്ഷേ ഞാൻ ഇവരെ ഉറപ്പായിട്ട് അതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിയാണ്. പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടും എനിക്ക് വല്ലാത്ത അവസ്ഥയാണ്, നിങ്ങൾ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് സജിനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ അന്നേരം ഈ നജീബിനെ വിളിക്കുന്നുണ്ട് പല പ്രാവശ്യങ്ങളിൽ. അപ്പോൾ ഇവർ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി പോകാതിരിക്കാൻ വേണ്ടി ഒരു വിചിത്രമായ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴത് ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ചോദിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിരിഞ്ഞ് ഫിറോസിനോട് ജീവിക്കാൻ കേട്ട് പറ്റണ്ട. എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എന്റെ ലൈഫിൽ, നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും ഇവിടെ ആ പുള്ളി കോമാളിയെ പോലെ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അതായത് ഇതിന് ഒരു പരിധി വരെ കാരണം ഫിറോസ് ഖാൻ തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് സജന മറ്റൊരു പ്രൊഡ്യൂസറുടെയോ അല്ലെങ്കിൽ ഡയറക്ടറുടെ കൂടെയൊക്കെ ഒളിച്ചോടി പോയപ്പോൾ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോകുന്നത്, ഇനി ഫിറോസിന്റെ കൂടെ ജീവിക്കില്ല എന്നൊരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തന്നിട്ട് പോയതാണ്.
അന്ന് സ്വന്തം അന്തസ് നോക്കിയിട്ട് ആ സ്ത്രീയെ അവിടെ ഉപേക്ഷിക്കണമായിരുന്നു ഫിറോസ്. പക്ഷേ സ്നേഹത്തിന്റെ പേരിലും അവരെ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചു കയറ്റി. ഒരിക്കൽ ചതിച്ചവർ വീണ്ടും ചതിക്കും എന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണം വേറെ വേണോ? നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ട്രിവാൻഡ്രത്തെ ഭർത്താവ് ഭാര്യയുടെ കഴുത്തറുത്ത് കൊന്ന കേസ്. അത് നിങ്ങൾ കേട്ടല്ലോ. അവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഓടിപ്പോയ ഭാര്യ വീണ്ടും തിരിച്ചു വിളിച്ച് അവർ വീണ്ടും ചതിച്ചപ്പോഴാണ് ആ കൊലപാതകം നടന്നത്. ഫിറോസ് ഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല. തെളിവുകൾ പുറത്തുവിട്ടു, അത്ര തന്നെ. എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ട് പോയിരിക്കുകയാണ്. ഇത്രയും നാള് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കണ്ണീരൊഴുക്കി ഇരവാദം പറഞ്ഞ സജനയുടെ യഥാർത്ഥ മുഖം ഇതോടെ നാട് മുഴുവനും അറിഞ്ഞു കഴിഞ്ഞു. കാശിനും ആഡംബരത്തിനും വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഒരു ബിസിനസ് ആക്കി മാറ്റിയ ഒരു സ്ത്രീയുടെ കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇവരെ ന്യായീകരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഫിറോസ് ഖാൻ ചെയ്തതാണോ ശരി, അതോ ഇനിയും സജനെ ന്യായീകരിക്കാൻ എന്തെങ്കിലും വശമുണ്ടോ? നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.